അപ്പോൾ ഇങ്ങനെ ഒരു പൊതിച്ചോറ് കഴിക്കാനുള്ള ആഗ്രഹം പെട്ടെന്ന് വന്നപ്പോൾ ഞാൻ പ്രീതമയോട് പറഞ്ഞു ഒരു പൊതിച്ചോറ് റെഡിയാക്കാൻ സംഭവം സെറ്റ്. അങ്ങനെ തൂശിയിലൊക്കെ വെട്ടി ഇങ്ങനെ നമ്മുടെ കുത്തിരിച്ചോറൊക്കെ ഇങ്ങനെ റെഡിയാക്കി വാഴയിലൊക്കെ ഇങ്ങനെ സെറ്റാക്കി. ഇത് വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഒരു പ്രത്യേക സംഭവമാണ് പൊതിച്ചോറ്. അങ്ങനെ ഈ വലയിലേക്ക് നമ്മുടെ കുത്തിരിച്ചോറൊക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചമ്മന്തി, ഇവൻ മസ്റ്റ് സംഭവം, ഇവൻ വല്ലാത്തൊരു കളി നമുക്കില്ല കേട്ടോ. ഇവനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അവിയലുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ നമ്മുടെ ചെറിയൊരു സാധനം കണ്ടോ, ഇതാണ് കേട്ടോ മത്തിത്തല. മത്തി മീനൊക്കെ വെച്ച് വാങ്ങിയ സമയത്ത് ഇവർ കറി എടുത്ത് കളഞ്ഞു, വേറെ രക്ഷയില്ല ഗൈസ്. അപ്പം നമ്മൾ വിടില്ലല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ നല്ല ഓംലേറ്റും വെച്ചു. നമുക്കിതും നൊസ്റ്റാൾജി ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളെ നൊസ്റ്റാൾജി ഉണർത്തുന്ന നമ്മൾ പൊതിച്ചോറ് കഴിക്കാൻ പോകാട്ടോ. ഇതിന് ഭയങ്കര ഒരു നൊസ്റ്റാൾജി ഫീലിംഗ് ഉണ്ട് കേട്ടോ. കാരണം ഇത് നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു എന്താ പറയുക, ഹാർട്ട് ടച്ച് ഒരു സംഭവമാണ് ഈ പൊതിച്ചോറ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിതൊന്ന് തുറക്കാൻ പോകാം കേട്ടോ. അപ്പം ഇതിൽ കുറേ സംഭവങ്ങളൊന്നും ഇല്ല. നല്ല കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ പൊളിക്കായിരുന്നു കേട്ടോ. അപ്പം ഇതിൽ നല്ല കുത്തിരി ചോറ് അപ്പം ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പം ഓംലേറ്റ്, അതുപോലെ തന്നെ അവിയൽ, ചമ്മന്തി, ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ മീൻ വാങ്ങിയിരുന്നുണ്ടോ, വറക്കാൻ വെച്ച മീനെടുത്ത് കറി വെച്ചു, അതുകൊണ്ട് വേറെ രക്ഷയില്ല. അപ്പം നമ്മൾ ഇതെന്നെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് സംഭവം. നമ്മളിങ്ങനെ ഇതിങ്ങനെ ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ എല്ലാം കൂടിയും കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഓംലേറ്റൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ 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 കഴിക്കുമ്പോൾ വേറെ ലെവലാണ്. അപ്പം ഇടയ്ക്കുന്ന വീട്ടിലൊക്കെ നിങ്ങളും ട്രൈ ചെയ്തു കേട്ടോ. അപ്പം നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.